നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു യാദൃശ്ചികമായ കാര്യമായി നിങ്ങൾ കണക്കാക്കരുത്. ഒരു പ്രത്യേക കാരണത്താൽ തന്നെയാകാം ഈ തൊടുകുറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്ന് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും പലവിധ ശ്രമങ്ങൾ നടത്തിയാൽ പോലും ആ തടസ്സങ്ങൾ വിട്ടൊഴിയുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ എന്തുകൊണ്ട് ഈ തടസ്സങ്ങൾ നേരിടുന്നു എന്നൊരു ചോദ്യം സ്വയം ചോദിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇതൊരു സാധാരണമായ കാര്യമല്ല. കാരണം ചില ഉത്തരങ്ങൾ തന്നെയാണ്, ദൈവികമായ സൂചനകൾ തന്നെയാണ് ഈ സന്ദേശത്തിലൂടെ, ഈ തൊടുകുറിയിലൂടെ അർത്ഥമാക്കാനായി പോകുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ചു തന്നെ കേൾക്കണം. ഈ വീഡിയോയിൽ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ചില തടസ്സങ്ങൾ കടന്നു വരും, എങ്കിലും അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും. അത് ചില വ്യക്തികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്നത്. ചില വ്യക്തികളാണ് എങ്കിലും നിങ്ങളുടെ ചിന്തകളോ ചില പ്രവൃത്തികളോ ആണ് എങ്കിലും അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഇപ്പോൾ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത്, ഇവിടെ തന്നിരിക്കുന്നതായ രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളുണ്ട്. ദൈവിക ചിത്രങ്ങൾ തന്നെയാണ്. അതിലാദ്യത്തേതായ ചിത്രം സാക്ഷാൽ കാളിദേവിയുടെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രമാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം. ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരോ, ആ ദേവതയെ, ആ ശക്തിയെ ഒരു നിമിഷം നിങ്ങൾ വന്ദിക്കേണ്ടതായിട്ടുണ്ട്. ശേഷം ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരു നിമിഷം ആ ശക്തിയെ പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് എല്ലാം ശുഭമാകണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ളതായ ചിത്രമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം, ആ ദേവതയുടെ നാമം നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. കാര്യങ്ങൾ ശുഭമായി ഭവിക്കണം എന്ന പ്രാർത്ഥനകളോടെ നിങ്ങൾക്ക് കമൻ്റായി ആ ദേവതയുടെ നാമം രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രമായ കാളിദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവിയുമായി ബന്ധപ്പെട്ട ആ ഫലങ്ങൾ ഇപ്രകാരമാണ്. പലർക്കും വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് കണ്ടു. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ അതിനടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ ചെയ്യുന്നതായ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ്. അമ്മയുടെ ഇടപെടലിൻ്റെ ഒരു സൂചന തന്നെയാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ കാര്യങ്ങൾ അത് പലപ്പോഴും തടസ്സം മാത്രമല്ല, പരീക്ഷണം കൂടിയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മുൻപാണ് എങ്കിലും ഇപ്പോഴാണ് എങ്കിലും നിങ്ങളുടെ പ്രവൃത്തികൾക്കും വാക്കുകൾക്കാണ് എങ്കിലും പലപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതൊരു വ്യക്തിയാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം അല്ല എന്നുള്ളതും വാസ്തവമാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ട വ്യക്തികൾ, അത് അടുത്ത വ്യക്തികളാകാം, സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടാകാം. ഈ വ്യക്തി നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സാഹചര്യമുണ്ട്.
നിങ്ങൾ വിശ്വസിച്ച വ്യക്തി തന്നെയായിരിക്കാം നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് വളരെ ദോഷം വരണം, നിങ്ങൾക്ക് വളരെ ദോഷകരമായ കാര്യങ്ങൾ വരണം എന്നൊരു ചിന്ത ഇവർക്കില്ല. പകരം പല വിധത്തിലും ഇവർക്ക് നിങ്ങളോട് ഒരു അസൂയ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. നെഗറ്റീവായ ചിന്തകൾ ഇവരുടെ ജീവിതത്തിൽ കടന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. പല സംശയങ്ങളും ഇവർക്കുണ്ട്. അതായത് നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ച ലഭിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും അവർക്കൊരു അസൂയയുണ്ട് എന്നത് വാസ്തവമാണ്. അതിനാൽ ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും തടസ്സമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് അത്രമേൽ ശ്രദ്ധിക്കാൻ സാധിക്കണം എന്നില്ല. എന്നാൽ അത്തരമൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുഭകാര്യം സംഭവിക്കേണ്ടതായ സാഹചര്യത്തിൽ ഇവർ നിങ്ങൾക്കെതിരായി നിൽക്കാം. അതായത് നിങ്ങളുടെ ശുഭചിന്തകളെ ഇവർ തടസ്സപ്പെടുത്തി ആ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം തകർത്ത് നെഗറ്റീവായ ചിന്തകൾ, സംശയങ്ങൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് പകരും. അത് തന്നെയാണ് പലപ്പോഴും പരാജയത്തിന് കാരണമായി തീരുന്നത് എന്നതാണ് വാസ്തവം. ഇപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പലപ്പോഴും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഒരു ധാരണ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ പ്രതികരണം അത് അല്പം തിരുത്തപ്പെടേണ്ടതായ സാഹചര്യമുണ്ട്. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ അത് മനസ്സിൽ സൂക്ഷിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് പലപ്പോഴും നിങ്ങളിലേക്ക് കടന്നു വരേണ്ട ശുഭകാര്യങ്ങളുടെ ശക്തി നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരുന്നു. അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ ശക്തിയുള്ള വ്യക്തികൾ തന്നെയാണ്, ശക്തരാണ്. മനസ്സുകൊണ്ടും ദൈവാധീനം കൊണ്ടും നിങ്ങൾ ശക്തർ തന്നെയാണ്. അതിനാൽ എന്താണോ നിങ്ങളുടെ മുൻപിൽ തടസ്സമായി നിൽക്കുന്നത് അതിനെ തകർത്തെറിയുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, എല്ലായ്പ്പോഴും ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കണം എന്നില്ല. ട്രാൻസ്ഫോർമേഷൻ എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അത് തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ എത്ര ദിവസത്തിനുള്ളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ എന്നതും പ്രാധാന്യം അർഹിക്കുന്നതാണ്. 14 ദിവസങ്ങൾക്കുള്ളിൽ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് പ്രകടമായി തുടങ്ങും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സമായിരുന്നു എന്നത് വാസ്തവമാണ്. ആ തടസ്സപ്പെട്ട് നിന്നിരുന്നതായ കാര്യങ്ങൾ പോലും പതിയെ മാറി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഇത്തരമൊരു പോസിറ്റീവായ കാര്യം കടന്നു വരുമ്പോൾ നിങ്ങൾക്കതിന് എതിരായി നിൽക്കുന്നത് നിങ്ങൾ തന്നെയാകാം. അതായത് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, ഇതിനെ പലപ്പോഴും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം എന്നില്ല. അവിടെയാണ് പരാജയം. അതിനാൽ ഈ സമയം അതെല്ലാം നിയന്ത്രിക്കണം. നെഗറ്റീവായ ചിന്തകളായിരിക്കാം കൂടുതലായും നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത്. അത് പൂർണ്ണമായും ഒഴിവാക്കണം. അകലം നിങ്ങൾ പാലിക്കണം. പല നിർദ്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കണം. നിങ്ങൾ എപ്പോഴും ശാന്തത കൈവിടാൻ പാടുള്ളതല്ല. അതിനർത്ഥം ശാന്തതയോടെ നിങ്ങൾ ഇരിക്കണം എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടത്, എവിടെയാണോ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത്, എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, അത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അത് നിങ്ങൾ മനസ്സിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, അമ്മ മഹാമായ നിങ്ങളെ സംരക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്ന പല വിഷമകരമായ കാര്യങ്ങളെയും നിങ്ങളൊന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ചിലത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. മനസ്സിൽ പോലും ആ കാര്യങ്ങൾ സൂക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന ചിന്തയോടെ അത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കണം. ഇത്തരത്തിൽ കടന്നു വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നിരന്തരമായി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ
അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ തടസ്സപ്പെട്ട് നിൽക്കുന്നത് അവിടെ നിന്നും ഒരു മോചനമായി മാറും. അതിനാൽ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ പാടുള്ളതല്ല. ചില കാര്യങ്ങൾ ചില വ്യക്തികളിൽ നിന്നും അകലം പാലിക്കണം. ഈ വ്യക്തികളായിരിക്കാം നിങ്ങളിലേക്ക് നെഗറ്റീവായ ഊർജം നിങ്ങൾക്ക് നൽകുന്നത്. അവരെ നിങ്ങൾ അല്പം ഒരു അകലത്തിൽ നിർത്തേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും സംശയങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുന്നതായ സാഹചര്യം നടക്കുമോ ഇല്ലയോ എന്ന സംശയമുണ്ട്. ചിന്തിച്ചു പോലും ചില അവസരങ്ങൾ, അതായത് നിങ്ങൾക്ക് അനുകൂലമാകാവുന്നതായ അവസരം കൂടുതൽ ചിന്തിച്ച് കൂടുതൽ സമയമെടുത്ത് പ്രവർത്തിക്കുന്നതിനാൽ അത് നഷ്ടമായി പോകുന്ന സാഹചര്യം. അതിനാൽ ഇത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അവയെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഭയം എന്ന കാര്യം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കണം. നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണം. ജീവിതത്തിൽ നിന്നും ഇവ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്താണോ നിങ്ങളുടെ തീരുമാനം അത് കൃത്യതയോടെ ആ തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. തീരുമാനങ്ങൾ എടുക്കുവാനുള്ള നിങ്ങളുടെ പ്രാപ്തി അത് ശക്തിയായി മാറുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു വ്യക്തിക്കും വേദന എന്നത് സ്ഥിരമല്ല, മാറിമറിഞ്ഞു വരും. അതിനാൽ തീർച്ചയായും നിങ്ങളെ ശക്തരാക്കി തീർക്കുവാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ അമ്മയെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിക്കണം. നിത്യവും കുളിച്ച് ശുദ്ധിയോടെ നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാം. അമ്മയുടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ദേവതയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ഭയത്തെ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും ശക്തി നാൾക്കുനാൾ വർദ്ധിപ്പിക്കുവാനും ആ ശക്തിയുടെ സാന്നിധ്യം കൂടുതൽ അനുഭവവേദ്യമാവുകയും ചെയ്യാം. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ട് ആ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ പോസിറ്റീവായ ഊർജത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് എങ്കിൽ ഓം ക്രീം കാളി എന്ന കമന്റായി രേഖപ്പെടുത്തി ഏവരും അമ്മയെ വന്ദിക്കൂ. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതൊരു യാദൃശ്ചികമായ തിരഞ്ഞെടുപ്പല്ല എന്നതാണ് വാസ്തവം. ചില കാര്യങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങളോട് പരാമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ മനസ്സ് വളരെയധികം വേദനിക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട്. പല കാര്യങ്ങളും സഹിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. നിങ്ങൾ വളരെ സ്നേഹമുള്ള, മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്ന, മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരുടെ വേദനകൾ അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണ് എങ്കിലും അത് സ്വീകരിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കരുത് എന്ന് അത്രയും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തടസ്സങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിധി വരെ കാരണം എന്ന് കാണുന്നു. അവർ നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവരാകാം, സ്നേഹത്തോടെ പെരുമാറുന്നവരോ സംസാരിക്കുന്നവരോ ഇത്തരം വ്യക്തികളാകാം. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ അവരുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. നിങ്ങളെ പല വിധത്തിലും അവർ തളർത്തുന്നുണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. കാരണം ഇവർ നിങ്ങളെ ശരിയായ ചിന്തകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ സന്തോഷിക്കുന്നത് ഇവർക്ക് താല്പര്യമില്ല. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ വന്നു ചേരുകയാണ് എങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഇവർ മൂലമോ അല്ലെങ്കിൽ പല വഴികളിലൂടെയോ ഒരു വിഷമം മനസ്സിലേക്ക് കടന്നു വരാം.
മനസ്സ് പലപ്പോഴും ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യം പോലുമുണ്ട്. മനസ്സ് പലപ്പോഴും മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ സാഹചര്യം. ഇവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയാം. ആശയക്കുഴപ്പങ്ങൾ ഇവർ മൂലം കടന്നു വരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൂടുതലായും തിരിച്ചറിഞ്ഞ് എന്താണ് നിങ്ങളുടെ പരിമിതി എന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഈ സമയം ആരാണോ നിങ്ങളെ വില കുറച്ച് കാണുന്നത്, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. മറ്റുള്ളവർക്ക് മാത്രമായി നിങ്ങൾ ജീവിക്കാൻ പാടുള്ളതല്ല. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു പിഴവ് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അടക്കി പിടിച്ചിരിക്കുന്നതായ സാഹചര്യം ഉണ്ട്. അങ്ങനെ അടക്കി വയ്ക്കേണ്ടതായ കാര്യമുണ്ടോ എന്ന് കൂടി ചിന്തിക്കുക. ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങളുണ്ട്. അതിൽ വ്യക്തത വരുത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അത് ജീവിതത്തിലെ ഒരു പാഠമായി തന്നെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി അവരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും വിലമതിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് വില ലഭിക്കുന്നുണ്ടോ, നിങ്ങൾ അങ്ങോട്ട് നൽകുന്നതായ ബഹുമാനം, സ്നേഹം അത്രമേൽ തിരികെ ലഭിക്കുന്നുണ്ടോ, ചില കാര്യങ്ങളിൽ നിങ്ങൾ സംതൃപ്തരല്ല എന്നത് വാസ്തവമാണ്. അത് അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ സംസാരം ഇത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആകാവുന്നതാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങളിൽ സന്തോഷവും ശാന്തിയും സമാധാനവും കടന്നു വരുന്ന സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ കടന്നു വരാം എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും നിർഭാഗ്യം വേട്ടയാടുന്ന നിങ്ങൾക്ക് അർഹമായ സ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നതായ ആ സ്നേഹം അത് നിങ്ങൾക്ക് ലഭിക്കും. ബഹുമാനം പോലും പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. മനസ്സിന് ശാന്തി ലഭിക്കുവാൻ ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാണ്. കാരണം എത്രമേൽ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും ആ ശക്തി നിങ്ങളെ കൈപിടിച്ചുയർത്തും. ആ ശക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് കൂടുതൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ ഒരു സത്യം, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ചില കാര്യങ്ങളിൽ മറ്റ് വ്യക്തികളോടുള്ള അടുപ്പം, ചില കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ ഭയപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങൾ വളരെ ശക്തരായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ ആ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ സ്നേഹത്തിനും ബഹുമാനത്തിനും അർഹരാണ്. അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് തന്നെയാണ്. അതിനാൽ തീർച്ചയായും അതിൽ കുറവ് നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെ നിങ്ങൾ സ്വീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായ സമയം തന്നെയാണ്. ആ മാറ്റങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങൾ തീർച്ചയായും സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ്. മറഞ്ഞിരിക്കുന്നതായ പല സത്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാം. പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ലഭിക്കാം. ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നതായ സാഹചര്യമുണ്ട്. പല വിധത്തിലും ഇവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായ സാഹചര്യം. പല കാര്യങ്ങളിലും ഇവർക്ക് നിങ്ങളോട് അസൂയ,
തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അവർ നിങ്ങളെ പല കാര്യങ്ങളിലും താരതമ്യപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് ചില അസൂയ, അത്തരം ചില ചിന്തകൾ ഇവർക്കുണ്ട്. അതിനാൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നു എങ്കിൽ അതൊരു യാദൃശ്ചികമല്ല, നെഗറ്റീവായ ശക്തികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ സമയം നിങ്ങളെ ദോഷപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി അവരെ പരാമർശിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവരുടെ ചിന്തകൾ, അത്തരം ചില കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അവരുടെ ചില വാക്കുകൾ പോലും നിങ്ങൾക്ക് തടസ്സങ്ങളായി മാറുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ ഉയർച്ച പോലും അത് വേഗത കുറയ്ക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഇത്തരം വ്യക്തികളുമായുള്ള കാര്യങ്ങൾ നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവരെ മനസ്സിലാകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവരിൽ നിന്നും അല്പം അകലം പാലിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. ഈ സമയം നിങ്ങളിലേക്ക് ഈ സന്ദേശം ഭഗവാൻ എത്തിച്ച് പോലും ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതിനാൽ തന്നെയാണ്. അതിനാൽ ആ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും ഭഗവാനിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസം അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഓം നമഃ ശിവായ എന്ന് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.